വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഒറ്റ രാത്രി കൊണ്ട് അതിസമ്പന്നതയിലെത്തുന്ന ചില നക്ഷത്രജാതകരുണ്ട്. 5 രാശിക്കാരുണ്ട്. ഈ 5 രാശിക്കാർ സമ്പന്നരാകും. അവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും നടന്നു തന്നെ കിട്ടും. അങ്ങനെ ദൈവാനുഗ്രഹം ഒരുപാട് വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർ ജനിക്കുന്നത് തന്നെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തോന്നിപ്പോകും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുക. ഇവർ കുടിലിലാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമ്പത്തുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും. ദൈവാനുഗ്രഹം ഏറെയുള്ള ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. 5 രാശിക്കാർക്കാണ് ഈ ഒരു മഹാഭാഗ്യം വന്നു ചേരുക. അതിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ എന്ന് പറയുന്നത് കർക്കിടകക്കൂറുകാർ തന്നെയാണ്. കർക്കിടകക്കൂറിലെ പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും എന്നെങ്കിലും ഒരു ദിനം അതീവ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം വന്നു ചേരും. ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയാകാം. എന്നാൽ ഒരു ദിനത്തിൽ ഇവർ അതീവ സമ്പന്നതയിലേക്ക് പോകുന്നതായി കാണുവാൻ സാധിക്കും. ക്ഷേത്ര ദർശനം നടത്തണം. പ്രത്യേകിച്ച് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ അവരാൽ കഴിയുന്ന നേർച്ചകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും അധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകരാണ് കർക്കിടകക്കൂറിലെ പുണർത്തവും പൂയവും ആയില്യവും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും. ദേശത്തൊക്കെ ജോലിയെടുക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് ഇനി വലിയ അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയ നല്ല അനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഭാഗ്യം ഒരുപാടാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയുടെ സമയമാണ്. പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇനി സൗഭാഗ്യ സമ്പന്നത തന്നെയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. കുടുംബക്ഷേത്രത്തിൽ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനി വരാനിരിക്കുന്ന സമയം വളരെയേറെ അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അത്രയധികം ഭാഗ്യമാണ്, അത്രയധികം നേട്ടമാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്തത് മേടക്കൂറുകാരാണ്. മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും അതീവ സമ്പന്നതയിലെത്താനുള്ള യോഗമുണ്ട്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും. ദൈവമായി ഇവർക്കൊരു വഴി കാണിച്ചു തരും. നന്നായി അധ്വാനിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്കുണ്ട്. മേടക്കൂറുകാരുടെ സമയം നന്നാകുന്നു. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിക്കുന്നു. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും സമയം നന്നാകുന്നു. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം ഇവ നടത്തുക. അടുത്തത് ചിങ്ങൻ രാശിക്കാരാണ്. ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. സൂര്യൻ്റെ സ്വാധീനമുള്ള രാശിയായ ചിങ്ങൻ രാശിയിൽ പിറന്ന ആളുകൾക്ക് ആത്മവിശ്വാസവും ഏവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതവുമുണ്ട്. സാമ്പത്തിക വിജയം നേടാൻ ഈ സ്വഭാവങ്ങൾ അവരെ വളരെയധികം സഹായിക്കും. സമൂഹത്തിൽ അംഗീകാരവും പദവികളും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നവരാണ് ചിങ്ങൻ രാശിക്കാർ. ഇതിനായുള്ള പരിശ്രമങ്ങളിലൂടെ ചിങ്ങൻ രാശിക്കാർക്ക് സമ്പത്ത് സ്വാഭാവികമായി വന്നു ചേരും. അടുത്ത എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രജാതകർ അത് വൃശ്ചികക്കൂറുകാർ തന്നെയാണ്. വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. അസൂയാർഹമായ നേട്ടം കൈവരിക്കുകയും ചെയ്യും. വളരെയധികം ശ്രദ്ധയും നിശ്ചയദാർഢ്യവും വേണ്ട ജോലികൾ പോലും വൃശ്ചികൻ രാശിക്കാർ എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്നതായി കാണുവാൻ സാധിക്കും. വൃശ്ചികക്കൂറിലെ വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. തീർച്ചയായും രക്ഷപ്പെടും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവിക്ക് വഴിപാടുകൾ അർപ്പിക്കുക. തീർച്ചയായും വരാനിരിക്കുന്ന ദിനങ്ങൾ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയുമാണ്. തീർച്ചയായും രക്ഷപ്പെടും. അടുത്ത നക്ഷത്രജാതകർ മകരരാശിക്കാരാണ്. മകരരാശിയിലെ ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. വരാനിരിക്കുന്ന ഭാഗ്യം നിങ്ങളെ
ഞെട്ടിക്കും. നിങ്ങൾ കൊതിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹം ദൈവത്തിനോട് തുറന്നു പറയുക. ഈ പറഞ്ഞ 5 രാശിക്കാർക്കും ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ്. കൊതിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും. ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവർക്ക് വന്നു ചേരും. ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഒരാൾ മതി ആ വീട്ടിന് ഐശ്വര്യം വന്നു ചേരാൻ. ആ ഒരാൾ മുഖേന ആ കുടുംബത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുകയാണ്. ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ സർവശക്തനായ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ. നന്ദി.